അപ്പൊ നമ്മൾ അക്വാറിയം ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ മാറ്റിയിട്ടാണ് ഓർത്തത് വീഡിയോ എടുക്കേണ്ട കാര്യം. അക്വാറിയം ഇതിൽ വെള്ളം മൊത്തം പറ്റിച്ച് മീനെ മാറ്റി ഇവിടെ കല്ലും ഇതെല്ലാം പുറത്തോട്ട് എടുത്ത് വെച്ച് ഉണ്ടായിരുന്ന മീനിനെ അങ്ങോട്ട് എടുത്തിട്ടു. ഓസ്കാർ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, സത്ത് പോയി ഗൈസ്. നമ്മളിനി എക്സ്ട്രാ മീനുകളെ അപ്പുറത്തെ കുളത്തേനായിട്ടെണ്ണം കൂടെ പിടിച്ചിടണം എന്ന് ആലോചിക്കുന്നു. നോക്കാം. നല്ല പച്ച കളർ ആലിക്കൊക്കെ പിടിച്ച് ഇത് മൊത്തം കഴിഞ്ഞൊക്കെ അടിപൊളി സെറ്റപ്പ് ആക്കുന്നു. എവിടെ ആയിരുന്നില്ല കല്ല് വെച്ച് ഇവിടുത്തെ ഉണ്ട്. ഇനി നമുക്ക് കല്ലെല്ലാം കഴുകിയെടുക്കാം. ഒന്നും കൂടി ഉണ്ടല്ലോ. ഇതൊക്കെ കഴുകി എടുക്കണമെങ്കിൽ ഇതെന്താ വെള്ള പൊടി മൊത്തം പറക്കുന്നേ. നല്ല പൊടിയുണ്ടോ. അപ്പൊ നല്ല ക്ലീനായി. ഇനി നമുക്ക് അക്വാറിയത്തിന്റെ ബാക്കി പരിപാടി നമുക്ക് നോക്കാം. ഒന്നും മിണ്ടാണ്ട് കൂടി ഇതുങ്ങൾ വരെ ശല്യമാണല്ലോ. പിന്നെ വെള്ളം നിറയണം. മക്കോരൊക്കെ നല്ല തേച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. അതിന്റെ ഇടയ്ക്കൊന്ന് കഴിയാൻ നാണോ ഇനിയിപ്പോ നാണോ സാധനം. ഒന്ന് പെട്ടെന്നൊന്ന് അറിയടേ. ഇത്ര നേരത് നമുക്ക് മീനെ പിടിച്ചിട്ട പളയോ കുറച്ചാവട്ടെ. ആ കല്ലൊക്കെ എടാ കല്ലിടാൻ മറന്നു വേണം. ഇങ്ങനെ കമത്താം. എനിക്കാണോ നിനക്കും തോന്നുന്നുണ്ടോ വെള്ളത്തിന് ചെറിയൊരു മൂടലുള്ള പോലെ? ഒന്നും കൂടെ നമുക്ക് വെള്ളം ജസ്റ്റ് വെള്ളം മാത്രം മാറ്റിയാലോ? നോക്കാം നോക്കാം. മാറ്റാം. ഓക്കെ. സെറ്റല്ലേ? ഇപ്പൊ മൂടില്ലല്ലോ. കുറച്ചും കൂടെ മഴയായിട്ടല്ല. പോയി പിന്നെ കല്ല് കഴുകിണ്ടേ. അതിനിടക്ക് വെറുതെ ഇരിക്കല്ലേ. കുളത്തിന്റെ ഒക്കെ ഇത് കാണിക്കാം. ഇത് ഒരെണ്ണം. ഇത് ആമ്പലൊക്കെ ചെറുതായിട്ട് വളർന്ന് വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞു തൈ കൊണ്ട് നട്ടതാ. ഒന്നും കാണില്ല. കുറച്ച് പ്ലാറ്റീൻ്റെ കുഞ്ഞും ഗപ്പീൻ്റെ കുഞ്ഞും ഉണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പോഴും ഉണ്ട്. മറ്റേ ചെറുതായിട്ട് ഇതിനകത്ത് ഇപ്പം കാണിക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് കുളം കാണാം. ഇടയ്ക്ക് നമ്മുടെ അക്വാറിയത്തിലെ വെള്ളമൊക്കെ നിറഞ്ഞു. ഇപ്പോൾ സെറ്റായില്ലേ. നേരത്തിനകത്ത് കല്ലൊന്നും വെച്ചില്ലായിരുന്നു. കല്ല് വെക്കുമ്പോൾ കുറച്ച് ക്ലീനാക്കാൻ പാടായതുകൊണ്ട് മടിയായിരുന്നു. ഇനിയിപ്പോൾ മടി നോക്കിയിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് വെറുതെ ഇടാന്ന് വിചാരിച്ചു. അത്ര തന്നെ. പിന്നെ കുറച്ച് കല്ലൊക്കെ പെറുക്കി വെക്കണം സൈഡിൽ കൂടെ. പിന്നെ കുറച്ച് വൈബാവും. പിന്നെ അടുത്തത് ഇവിടെ ഇത് ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ എന്താ താമരേൻ്റെ ഇല. സാധാരണ ഈ താമര കുറേ ഇല അമ്പലിൻ്റെ ഇല വരുന്ന പോലെ വെള്ളത്തിൽ വന്നിട്ട് പിന്നെയല്ലേ പൊന്തിക്കുന്നത്. ഇത് ഫസ്റ്റത്തെ ഇല തന്നെ പൊന്തിക്കാണ്. അറിയുന്നവർ കമൻറ്റ് ചെയ്യേ. പിന്നെ ഇത് പിന്നെ ഇത് ആ ഒരു സാധനത്തിൽ ഞാൻ ആക്കി വെറുതെ. ഇതിനകത്താണ് നമ്മൾ 2 മീനിനെ പിടിച്ച് കുറച്ച് മീനിനെ പിടിച്ച് അതിനകത്ത് ഇടാൻ പോകുന്നത്. അതെന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ ബെല്ലിക്കുളം.
ആമ്പലൊക്കെ പിടിപ്പിച്ച്. അവിടെ താമര പിടിച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ തൈ കൊണ്ടേ നട്ടത്. അടുത്ത മുള അതിൻ്റെ അടി വരുന്നുണ്ട്, കാണിക്കാൻ പറ്റില്ല. കുറച്ച് വെള്ളം, ഇത്തിരി എന്താണ് ആൽഗ വാട്ടറാ, നല്ല ലേശം പച്ച കളറിൽ. അപ്പം ഇതാണ് എൻ്റെ കുളങ്ങൾ. എനിക്കിത്തിരി പണി ഇത്തിരി ഒച്ച. വെല്ലിച്ചനോടെ അപ്പുറത്ത് ഫോൺ വിളിക്കുക, അതുകൊണ്ടാണ് ഇത്ര ഒച്ച. വെല്ലിച്ചനോട് അകത്ത് കയറി പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. എന്ത് ചെയ്യാനാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പ്ലീസ്. ഒത്തിരി പൊത്തി പൊന്തിക്കട നല്ല കറക്റ്റ് കാണും. അപ്പൊ കോള് തീർന്നിരിക്കുന്നു ഗൈസ്. ആശ്വാസം. അവസാനം ഇങ്ങനെയായി. ഇനിയിപ്പോൾ നമുക്ക് വാട്ടർ ക്യാബേജ് ഇല്ലേ, അതും കുറച്ച് എന്താണ് ചെടികളും ഇടാം. മഴയിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്നത്. ഓക്കെ, ഇതും വാട്ടർ ക്യാബേജ്, ഇത് രണ്ടെണ്ണം ഇടാൻ പോകണം. ഇത് ചിലപ്പോൾ എടുത്ത് മാറ്റും, ഓവറാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. ചാടും. കൈ കിട്ടിയതായിരുന്നു. ആ എടുക്കരുത്, ഈ കിട്ടിയടാ മോനി. പോണ് ഇവിടെ വാ, നീ എങ്ങോട്ട് പോണേ? കിട്ടി. ഉപ്പ് കിട്ടിയോ? അപ്പോൾ അക്കോരം കൈനാക്കാൻ ഞാൻ എപ്പോഴും ഇടാറുള്ളതാണ് ഉപ്പ്. ഇതെന്തിനാണെന്ന് വെറുതെ ഇടാത്തതാണ്. നീ സ്ട്രെസ് ഉണ്ടല്ലെങ്കിൽ പോട്ടെ. അത് ഇപ്പോൾ കുറച്ച് നേരം ഉപ്പിട്ടുകൊണ്ടൊരു എന്താ ഒരു കലങ്ങിയ പോലെ ഉണ്ടാവും വെള്ളം. കുറച്ച് കഴിയുമ്പം അത് റെഡി ആയിക്കോളും. ഇവിടെയാണ് ഗൈസ്, ഇവിടെ അത് അനങ്ങാതിരിക്കുകയാണ്. ഞാൻ 2 ഓസ്കാറിന്റെ കുഞ്ഞിനെ വാങ്ങിയതാണ്. ഒരെണ്ണം ചത്തുപോയി, ബാക്കിയുള്ള ഒരെണ്ണം. വെള്ളം മാറ്റി ഒഴിഞ്ഞ് കുറച്ച് നേരം സ്ട്രെസ് അടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മീൻ എപ്പോഴും ഇതിനകത്തായിരിക്കും മിക്കവാറും. ഇത് ഇവിടെ ഇങ്ങനെ സ്ഥലം താട്ട്. ഓക്കെ, സെറ്റ്. അതിനകത്ത് ഇപ്പാരും കയറിയിട്ടില്ലടാ. ഇനി ഇതൊന്നെല്ലാം മാറ്റി റെഡിയാക്കണം. ഇതിനകത്ത് വെള്ളം മാറ്റിയിട്ട് അത്ര കാലമായി. എനിക്ക് കൂടി അറിയണോ, 1-2 മാസം കഴിഞ്ഞ്. ഇത് കണ്ടിട്ട് എനിക്ക് തൊടാൻ കൂടി തോന്നുന്നില്ല. എൻ്റെ അമ്മ, ഇതിനകത്ത് നീ കാണുന്ന കൂടിയല്ലോടെ. അതിപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കളയലേ നിവർത്തിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. വെള്ളം പോകുന്നുണ്ട്. ഇതാണെങ്കിൽ വലയുള്ളതുകൊണ്ട് കുഞ്ഞു വല്ല മീനും ഉണ്ടെങ്കിൽ അതും പോവില്ല. മുട്ടിലിറങ്ങിക്കൂടെ എൻ്റെ അമ്മ. ഇത് ആ ഒരു വാട്ടർ ക്യാബേജിൻ്റെ എന്തോന്നാ ഇത്, ഒന്നും ആയില്ല. ഓക്കെ, നെക്സ്റ്റ്. ചെറുത് പോയോ? ഇല്ലല്ലോ, ഇല്ലായിരിക്കും. അപ്പോൾ കാർപ്പിനെ പിടിച്ചതായിരിക്കും അല്ലടാ.
അവിടെ പോയിട്ട് വെക്കണം. കേക്കാർക്കിനെ വിട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. നാളെ സേഫ്. ഇന്നിപ്പോ ഏതിനെ പിടിക്കുന്നു? എന്തോ ഒരു 5 മിനിറ്റ് വീഡിയോ എടുത്തോണ്ടിരിക്കുവാ. ഇത് എന്ന് കഴിയുമ്പോൾ അതിനകത്ത് മീൻ കാര്യമാക്കും, പിന്നെ കൊണ്ടുവന്ന് മീൻ കൊണ്ടുവരും. എനിക്കിത് കട്ടിലേൻ്റെ കുഞ്ഞാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറ. എന്ത് മീനാന്ന് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ഞാൻ നോക്കി കുറച്ചധികം മീനില്ല, അപ്പൊ മോട്ടർ ഇട്ട് കൊടുക്കായിരിക്കും. എൻ്റെ അനിയത്തിയോടെ ഉപയോഗിക്കുന്ന ഭയങ്കര സൗണ്ട് ഉണ്ടാക്കല്. എന്താ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ? സൈഡില്ലേടാ പക്കോർ എങ്ങനെയായിന്ന് നിങ്ങൾ നോക്കിയിട്ട് പറ. ബൈ ബൈയില്ലേ. ഇവിടെ എയർ കൊടുത്തു. മീനുകൾ ഇവിടെ ഉണ്ട്. അത് എൻ്റെ അച്ഛൻ്റെ മൊബൈലാണ് ഇത്ര നേരം ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ അച്ഛൻ അങ്ങോട്ട് പോകേണ്ടതുകൊണ്ട് മൊബൈലും കൊണ്ട് പോയി. അപ്പം എൻ്റെ അമ്മേൻ്റെ മൊബൈലിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.